ഇത്രമാത്രം നല്ല ക്വാളിറ്റിയോടുകൂടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ നടത്തിയൊരു യാത്ര ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ നടത്തിയ യാത്രയാണ്. മഹാനവറുകളുടെ ഒരു പ്രത്യേകത, ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ ഇൽമുകളാണ് മൂപ്പര് കൊടുക്കുന്നത്, നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും അതിൽ ഒറ്റ അഭിപ്രായമുള്ളൂ, ആ സ്ഥലത്ത് യോജിച്ച രീതിയിലായിരുന്നു. ഒരു വലിയൊരു അനുഭവം, നമ്മുടെ യാത്ര തൃശ്ശൂരിൽ എത്തി. MIC എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ താമസിച്ചു. രാവിലെ സ്ഥിരാംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. ഉസ്താദുമാരെ നേതാക്കന്മാരൊക്കെ അവർക്കൊക്കെ നിർദ്ദേശം നൽകി. അതിനിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ സയ്യിദുൽ ഉലമ കടന്നു വന്നു. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് യാത്രാംഗങ്ങൾക്ക് കൊടുത്ത നിർദ്ദേശത്തിൽ മഹാനവറുകൾ പ്രത്യേകം ഊന്നി പറഞ്ഞത്, ജമ്മും ഖസ്റുമായിട്ടാണ് യാത്ര എല്ലാവരും നിസ്കരിക്കുന്നത്. അപ്പൊ സുന്നത്ത് നിസ്കാരങ്ങൾ ഒഴിവായി പോകരുത്. പുറമെ ഹദ്ദാദ് പോലെയുള്ള വിരുദുകൾ കൃത്യമായിട്ടും നിർവഹിക്കണം. യാത്രയിൽ അതൊക്കെ നിർവഹിക്കണം. നിങ്ങൾ നിർവഹിക്കുന്ന, അതായത് നമ്മൾ സ്ഥിരാംഗങ്ങൾ നിർവഹിക്കുന്ന വിരുദുകളും ഔറാദുകളും ഒന്നും മുടക്കം പറ്റാത്ത രീതിയിൽ അതൊക്കെ വൃത്തിയായി നിങ്ങൾ നിർവഹിച്ചോളണം എന്ന് പ്രത്യേകം ദുഹാ നിസ്കരിക്കാനും അതുപോലെ തന്നെ മറ്റുള്ള റവാത്ത് നിസ്കരിക്കാനും പ്രത്യേകം നിർദ്ദേശം നൽകി. അപ്പോഴാണ് പലരും ഓർമ്മിച്ചത്, പലരും ചെയ്യാൻ തുടങ്ങിയതും മുടങ്ങിപ്പോയ, അതുപോലെ യാത്ര തുടങ്ങിയിട്ട് ചെയ്യാതിരുന്ന പല വിരുദുകളും പലരും തുടങ്ങിയത് സയ്യിദുൽ ഉലമ ആ നിർദ്ദേശം കൊടുത്തതിന് ശേഷം. അങ്ങനെ യാത്രയിൽ വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് വണ്ടി എടുക്കുമ്പോഴൊക്കെ അവിടെ ആൾക്കാരുടെ ദേഹം തട്ടാത്ത രീതിയിലായിരിക്കണം എന്ന് നിർദ്ദേശം കൊടുക്കും. ഇങ്ങനെ എല്ലാ നിലയിലും പെർഫെക്റ്റായ യാത്രയായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ സയ്യിദ് തങ്ങളുടെ യാത്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആൾക്കാർ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. രാവും പകലും എന്നില്ലാതെ ഊണും ഉറക്കമൊഴിഞ്ഞിട്ട് ഇതേ ഉറങ്ങാത്ത പ്രവർത്തകരും നേതാക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ യാത്ര ഇത്രമേൽ ഭംഗിയായി അവസാനിച്ചത്. അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. സമസ്ത അള്ളാഹു ഉത്തരോത്തരം ഉയർത്തി സമസ്തയുടെ ആശയങ്ങൾ എല്ലാവരും കൽബിലും ആഴ്ന്നിറങ്ങി അതുവഴി സുന്നത്ത് ജമാഅത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അഭിവൃദ്ധിയിലും ഇസ്സത്തിലുമാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.